Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാം. പാർട്ട് എ ഫോക്കൽ ലെന്ത് 12 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺകേവ് മിററിന് ഫ്രണ്ടിലായി ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ മിറർ ഫോർമുല യൂസ് ചെയ്ത് ഇമേജിന്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യുക. കൂടാതെ ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു റേ ഡയഗ്രം ഡ്രോ ചെയ്യുക. നമുക്ക് പാർട്ട് എ സോൾവ് ചെയ്യാം. മിറർ ഫോർമുല നോക്കാം. 1/f equals 1/v plus 1/u. നൽകിയിരിക്കുന്നത് ഫോക്കൽ ലെന്ത് f equals -12 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u equals -8 സെന്റിമീറ്റർ. v ഫൈൻഡ് ചെയ്യാൻ ഫോർമുല റീ അറേഞ്ച് ചെയ്യാം. 1/v equals 1/f minus 1/u. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/-12 മൈനസ് 1/-8. സൈൻ സിംപ്ലിഫൈ ചെയ്താൽ -1/12 പ്ലസ് 1/8. LCM 24 കിട്ടാൻ ഫസ്റ്റ് ടേമിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ടും സെക്കൻഡ് ടേം 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -2/24 പ്ലസ് 3/24. ന്യൂമറേറ്റേഴ്സ് കമ്പൈൻ ചെയ്താൽ -2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 24. ഇത് സോൾവ് ചെയ്താൽ 1/24 എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ ഇമേജ് ഡിസ്റ്റൻസ് v equals +24 സെന്റിമീറ്റർ. പോസിറ്റീവ് സൈൻ മീൻ ചെയ്യുന്നത് മിററിന് ബാക്കിലായി ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്നാണ്. റേ ഡയഗ്രം നോക്കൂ. ഒബ്ജക്റ്റ് പോളിനും ഫോക്സിനും ബിറ്റ്വീൻ ആയതുകൊണ്ട് റിഫ്ലക്റ്റഡ് റേസ് ഡൈവേർജ് ചെയ്യുന്നു. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മിററിന് ബാക്കിലായി വെർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നു. ഇനി നമുക്ക് ഓർ ക്വസ്റ്റ്യൻ പാർട്ട് ബി നോക്കാം. ഫസ്റ്റ് പാർട്ട്. ഒരു മിറർ ഫോം ചെയ്ത ഇമേജ് റിയലും ഇൻവെർട്ടഡും ആണ്. മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഇമേജ് മിററിൽ നിന്നും 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ആണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ റീസൺ നൽകുക. നൽകിയിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ m equals -1. ഇമേജ് ഡിസ്റ്റൻസ് v equals -30 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ ഫോർമുല നമുക്കറിയാം. m equals -v/u. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 equals -30/u. u ഫൈൻഡ് ചെയ്യാൻ റീ അറേഞ്ച് ചെയ്യാം. u equals -30/-1. അപ്പോൾ u equals -30 സെന്റിമീറ്റർ. അതായത് ഒബ്ജക്റ്റ് മിററിൽ നിന്നും 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെയിം സൈസിലുള്ള റിയലും ഇൻവെർട്ടഡുമായ ഇമേജ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് എക്സാക്ട്ലി സെന്റർ ഓഫ് കർവേച്ചർ സിയിൽ പ്ലേസ് ചെയ്യണം. ഇനി പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്റ്റ് മിററിന് നേരെ 15 സെന്റിമീറ്റർ മൂവ് ചെയ്താൽ ഇമേജ് എവിടെയായിരിക്കും? ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പുതിയ പൊസിഷന്റെ റേ ഡയഗ്രം ഡ്രോ ചെയ്യുക. ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ ആയിരുന്നതുകൊണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ r -30 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഫോക്കൽ ലെന്ത് f r-ന്റെ ഹാഫ് ആയി -15 സെന്റിമീറ്റർ ആയിരിക്കും. ഒബ്ജക്റ്റ് മിററിന് നേരെ 15 സെന്റിമീറ്റർ മൂവ് ചെയ്താൽ പുതിയ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u' equals -30 + 15. അതായത് -15 സെന്റിമീറ്റർ. ഇപ്പോൾ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ഫോക്സിലാണ് ഉള്ളത്. പുതിയ ഇമേജ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ മിറർ ഫോർമുല യൂസ് ചെയ്യാം. 1/v' equals 1/f minus 1/u dash.
വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/-15 മൈനസ് 1/-15. ഇത് സോൾവ് ചെയ്താൽ 0 കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ v' = 1/0. അതായത് v' ഇൻഫിനിറ്റിയാണ്. റേ ഡയഗ്രം നോക്കൂ. ഒബ്ജക്റ്റ് ഫോക്കസിലായതുകൊണ്ട് റിഫ്ലക്റ്റഡ് റേസ് പാരലൽ ആണ്, അതായത് ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.